ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ യൂസറിന് നമ്മളിങ്ങനെയാണ് ഒരു റോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് സെറ്റിങ്സിലെ റോൾ എന്നുള്ള ഒരു മെനുവിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. റോൾസ് സോഹോ ബുക്സ് കസ്റ്റമൈസ് ചെയ്ത് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇത്രയും റോൾസ് തരുന്നുണ്ട്. ഒന്ന് അഡ്മിൻ റോള്. അഡ്മിൻ എന്ന് പറയുന്ന സമയത്ത് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഓൾ മൊഡ്യൂൾസ് ആണെന്ന് പറയുന്നത്. എല്ലാ മൊഡ്യൂളിലും അവർക്ക് ആക്സസ് ഉണ്ടാവും, കംപ്ലീറ്റ് ആക്സസ് ഉണ്ടാവും. അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പം അക്കൗണ്ടിൻ്റെ എൻട്രീസ് മാത്രം ചെയ്യാനായിട്ടായിരിക്കും അവരുടെ ആക്സസ് എന്ന് പറയുന്നത്. സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്ന സോഹോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആക്സസ് ടു മോഡ്യൂൾസ് എക്സെപ്റ്റ് റിപ്പോർട്ട് സെറ്റിംഗ്സ് ആൻഡ് അക്കൗണ്ടൻറ്റ്. ഇത്രയും മോഡ്യൂളിൽ അവർക്ക് ആക്സസ് ഉണ്ടാവില്ല. അവർ മെയിനായിട്ട് നമ്മുടെ സെയിൽസ് പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റാഫ് അസൈൻ കസ്റ്റമേഴ്സ് ഉള്ളി എന്ന് പറയുമ്പോൾ കസ്റ്റമറിലെ ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക, അവർക്ക് അസൈൻ ചെയ്തേക്കുന്ന കസ്റ്റമേഴ്സ്. ഇനി ടൈം ഷീറ്റ് സ്റ്റാഫ് എന്ന് പറയുമ്പം ടൈം ഷീറ്റ് സ്റ്റാഫിൻ്റെ റോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് ടൈം ഷീറ്റ് എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ പ്രൊജക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനുമായിരിക്കും ആ ഒരു റോളിൻ്റെ ആക്സസ് എന്ന് പറയുന്നത്. നമുക്കിതല്ല, നമുക്കൊരു പുതിയ റോൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പർച്ചേസ് അഡ്മിൻ എന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റോൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ റോൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താണോ നമ്മുടെ റോൾ നെയിം അത് നമ്മൾ കൊടുക്കുന്നു. അപ്പം ഞാനിവിടെ പർച്ചേസ് അഡ്മിൻ എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇനി ഈ റോള് അക്കൗണ്ടൻറ്റ് യൂസേഴ്സിന് മാത്രമാണെങ്കിൽ നമ്മളത് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടേതായ റോൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് വരും. അവരുടെ ഓപ്ഷൻ മാത്രം നമുക്കിവിടെ ടിക്ക് ചെയ്ത് വരും. നമ്മളതല്ല ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മളത് ടിക്ക് ഇടാതിരുന്നാൽ മതി. അപ്പം എൻ്റെ റോൾ എന്ന് പറയുന്ന പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ഈ കസ്റ്റമേഴ്സിലേക്ക് ഈ ഒരു യൂസറിന് ആക്സസ് വേണ്ട. അപ്പോൾ ഞാൻ കസ്റ്റമറിൻ്റെ ആക്സസ് ഇവിടെ അൺടിക്ക് ചെയ്യുന്നു. വെൻഡേഴ്സിലേക്ക് ആക്സസ് ഉണ്ട്. മോർ പെർമിഷൻസും നമുക്ക് നോക്കാം. മോർ പെർമിഷനിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. രണ്ട് വെൻഡേഴ്സും തമ്മിൽ മെർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതൊക്കെ ഇവിടെ നമുക്ക് അലവ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കസ്റ്റമറിനെയാണ് ചോദിക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന കസ്റ്റമറിനെ മാത്രം ഹാൻഡിൽ ചെയ്യാൻ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി വെൻഡറിൻ്റെ ഡാറ്റ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ ഓപ്ഷൻ ടിക്കറ്റ് കൊടുക്കാം ഈ ഒരു യൂസർക്ക്. ഇനി ഐറ്റം മോഡ്യൂളിലേക്ക് ഇവർക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. അപ്പം ഞാൻ ഐറ്റം മോഡ്യൂളിലേക്ക് ഇവർക്ക് ആക്സസ് കൊടുക്കുന്നുണ്ട്. വെയർ ഹൗസിലേക്കും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓർഡർ, കമ്പോസിറ്റ് ഐറ്റം ഇതിലേക്കൊക്കെ ആക്സസ് കൊടുക്കുന്നുണ്ട്. ബാങ്കിങ്ങിലേക്ക് ആക്സസ് ഞാൻ കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻവോയ്സ് മോഡ്യൂൾ, സെയിൽസ് മോഡ്യൂളിലേക്ക് ഒന്നിനും ആക്സസ് വേണ്ട. കാരണം ഇത് പർച്ചേസ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആക്സസ് ഞാനിവിടെ കട്ട് ചെയ്യുന്നു. ക്രെഡിറ്റ് നോട്ടിലേക്കും ആക്സസ് കൊടുക്കുന്നില്ല. പർച്ചേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ബില്ലിൽ ആക്സസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അപ്രൂവിംഗ് റൈറ്റ് കൊടുക്കുന്നില്ല. വെൻഡർ പേയ്മെൻറ്റ്സ്, എക്സ്പെൻസ്, ബില്ല് പർച്ചേസ് മൊഡ്യൂളിലെ എല്ലാ കാര്യങ്ങൾക്കും ആക്സസ് കൊടുക്കുന്നുണ്ട്. പർച്ചേസ് റിസീവ്ഡ് അതിൽ പർച്ചേസ് മൊഡ്യൂളിലേക്ക് കംപ്ലീറ്റ് ആക്സസ് കൊടുത്തു. ഇനി നമ്മുടെ അക്കൗണ്ടൻറ്റ് മൊഡ്യൂളിലുള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ആക്സസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജേർണൽസ്, ബഡ്ജറ്റ്സ് ഇതിലേക്ക് ആക്സസ് ഞാൻ കൊടുക്കുന്നില്ല. ഇനി ഒരു പ്രൊജക്റ്റിൽ ടാസ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ആക്സസ് ആണ് ടാസ്ക് എന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ടൈം ഷീറ്റിൽ ആക്സസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രാഞ്ച് നമുക്ക് ഞാൻ എല്ലാ ബ്രാഞ്ചും ഒന്ന് വ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ക്രിയേറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ആക്സസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റിപ്പോർട്ട്സിലേക്ക് വരുന്ന സമയത്ത് ഞാനിവിടെ GST ഫയലിങ്ങിലേക്കും സെറ്റിങ്സിലേക്കും ഒന്നും ആക്സസ് കൊടുക്കുന്നില്ല. ഡാഷ്ബോർഡിലാണെങ്കിൽ തന്നെ ട്രേഡ് ടോട്ടൽ പേയബിൾസിന് മാത്രമാണ് ആക്സസ് കൊടുക്കുന്നത്. ദെൻ റിപ്പോർട്ട്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഏത് റിപ്പോർട്ട്സിലാണ് അവർക്ക് ആക്സസ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സെയിൽസിൽ കൊടുക്കുന്നില്ല, ഇൻവെൻട്രിയിൽ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് നമ്മുടെ സ്റ്റോക്ക് നോക്കി റീഓർഡർ ചെയ്യാനൊക്കെ ആയിട്ട് ഇൻവെൻട്രി റിപ്പോർട്ട്സിൻ്റെ ആക്സസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേയബിൾസിൻ്റെ ആക്സസും കൊടുക്കുന്നുണ്ട്. കൊടുത്തു. ഇത്രയും ആക്സസ് കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പുതിയ റോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇങ്ങനെയാണ് ഒരു പുതിയ റോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പർച്ചേസ് എന്നുള്ള ഒരു എയിം വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് സെയിൽസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് റോൾ ആണെങ്കിലോ ഒരു പർട്ടിക്കുലർ റോളിലേക്ക് അസൈൻ ചെയ്യണമെങ്കിൽ അവരുടെ പോർഷൻ മാത്രം ടിക്കറ്റ് കൊടുത്ത് ബാക്കിയെല്ലാം അൺടിക്ക് ചെയ്താൽ മതി.